ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് ഫൈനാൻഷ്യലായിട്ടുള്ളൊരു സെറ്റപ്പ് വന്നതിന് ശേഷം പിള്ളേരുടെ കാര്യമെല്ലാം ഒരു സെറ്റപ്പ് ആക്കിയിട്ട് പിന്നെ മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് 70% ആളുകൾ. സ്തോത്രം. എന്നാൽ ചിലര് അത്രയും ചിന്തിച്ചില്ലെങ്കിലും വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു സെറ്റിൽമെൻ്റൊക്കെ ആയി സ്വന്തമായിട്ടൊരു വീട്, ഒരു 5 സെന്റ് സ്ഥലവും ഒക്കെ വന്നിട്ട് പിന്നെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റായി കുറച്ചു കാലം കിടന്ന് ആ ആക്സിഡൻറ്റിൻ്റെ ആഘാതം അവരുടെ ശരീരത്തിന് വളരെ മുറിവേൽപ്പിക്കുകയും മുറിവുണങ്ങാതെ ചില ദിവസങ്ങൾ കട്ടിലെ കിടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഒന്ന് സന്ദർശിച്ചു നോക്കി. അവർ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്ററേ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇതൊന്ന് ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പ്രായം അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നൊരു സമയമായിക്കോട്ടെ, ഞാൻ വരിക സുവിശേഷ വേലയ്ക്ക്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇനിയുള്ള സമയം അതിനു വേണ്ടിയാണ്, ദൈവം എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചാൽ മതി. അവരുടെ ആ പറച്ചിലൊക്കെ ഉണ്ടല്ലോ, കണ്ണും നിറഞ്ഞുള്ള പറച്ചിൽ. അത് കേൾക്കുമ്പോൾ നമ്മളും അയ്യോ ദൈവമേ ഇവരെ ഇപ്പം തന്നെ എഴുന്നേൽപ്പിച്ചേരേ എന്ന് നമ്മൾ പറഞ്ഞു പോകും. കാരണം നമുക്ക് ഈ സുവിശേഷ വേലയുടെ ആ ഒരു തീഷ്ണത നമ്മുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും ഒരു വ്യക്തി ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണെന്ന് പറയുമ്പോൾ എന്നെപ്പോലുള്ളവരുണ്ടാകുന്ന സന്തോഷം ചില്ലറയല്ല. കാരണം ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 15-ാമത്തെ വയസ്സിലാണ്. 15-ാമത്തെ വയസ്സിൽ നിക്കറൊക്കെ ഇട്ടാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നത്. 15-ാമത്തെ വയസ്സിലാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. അപ്പം ചില ആളുകൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്ന് കിടന്ന കിടപ്പിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് നൊമ്പരവും വേദനയും ഒരു ഭീതിയൊക്കെ ഉള്ളിൽ വരുമ്പോൾ അവരറിയാതെ എടുക്കുന്നൊരു തീരുമാനമാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനം. പിന്നെ ഒരു സത്യാവസ്ഥ പറഞ്ഞാൽ ഇവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കിട്ടിയല്ല, അത് വേറൊരു കാര്യം. ഇവർ വേറെ എന്തെല്ലാം പരിപാടിക്ക് പോകാൻ പറ്റുമോ അവിടെ എല്ലാം പോവുകയും ചെയ്യും. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് ഒരു പ്രത്യേക സമയം ആളുകൾ മാറ്റിവെച്ചിരിക്കുക ഇല്ലേ. ഇപ്പം നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്നു, ഒരു 2 വർഷം കൂടെ ഈ രാജ്യത്ത് ജോലി ചെയ്തിട്ട് വേണം തിരിച്ച് എന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ എന്നൊന്നും ഇപ്പം നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും ഹൃദയത്തിനകത്ത്. സാരമില്ല, നിങ്ങൾ നല്ല താല്പര്യത്തിന് കൊള്ളാം, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, സുവിശേഷ വേലയ്ക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് നരകത്തിലേക്ക് പോകുന്ന ഒരാൾ നിങ്ങളെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന ആ സമയമാണ് സുവിശേഷ വേലയ്ക്ക് ഏറ്റവും പറ്റിയ സമയം. എപ്പോഴാണോ ഒരു വ്യക്തി നിങ്ങളെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്നത്, അത് ആ വ്യക്തിക്ക് യേശുവിലേക്ക് വരാനുള്ള ഒരു എൻഡർ അദ്ദേഹം പാസ് ചെയ്ത് കടന്നുപോയി. നിങ്ങളാകുന്ന സുവിശേഷത്തിൻ്റെ വക്താവ് നരകത്തിലേക്ക് വേഗത്തിൽ നടന്നു പോകുന്ന മനുഷ്യനിലേക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ ലഭിച്ച ആ മികച്ച അവസരം നഷ്ടപ്പെടുത്തിയത് വഴി നിങ്ങളുടെ ഒരവസരം പോയി, അദ്ദേഹത്തിൻ്റെ ദൈവരാജ്യത്തേക്കുള്ള എൻട്രൻസ് നഷ്ടപ്പെട്ടു. 1. ഇത് 10 പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കുമ്പോൾ 10 ആളുകളുടെ ദൈവരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് നിങ്ങൾ മുഖാന്തരം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. ഞാൻ കോഴിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സൈമച്ചാൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പോയി ട്രാക്ട് കൊടുക്കാൻ പോകും. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആ വാതക്കിൽ 2 മേലത്തെ ആ വാതിലിൻ്റെ അവിടെയും അങ്ങോട്ട് താഴെ ഇറങ്ങി ചെല്ലുന്നിടത്ത് അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെയും ആ 2 സ്ഥലത്തും ട്രാക്ട് കൊണ്ടുപോയി നിന്നാൽ ഒരു 20,000-30,000 ട്രാക്ട് കൊണ്ടുപോയി നിന്നാൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് അത് തീരും. അപ്പം ഈ സാം ബ്രദർ എന്നും പറഞ്ഞൊരു ഗുഡ് ന്യൂസിലെ ആ പ്രസിൻ്റെ ആൾ, അദ്ദേഹം എനിക്ക് സ്ഥിരം ട്രാക്ട് തരുമായിരുന്നു ആ കാലഘട്ടത്തിൽ. അവിടെ ചെന്നാൽ മതി, സമയച്ചാൽ കാശ് കൊടുത്തോളും, ഞാൻ അവിടെ പോയി ട്രാക്ട് വെച്ചു. ആ ട്രാക്ട് ഞാൻ സൈക്കിളെ വെച്ച് കെട്ടി അവിടെ നേരെ വെച്ച് പിടിക്കും, നേരെ മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ്
അവിടെയൊക്കെ പോയി എനിക്കൊന്ന് ഒരു കെട്ട് ട്രാക്ട്, അത് ചെറിയ പേപ്പറാണ്, ചെറിയ കനം കുറഞ്ഞ പേപ്പറാണ്. അത് ഒരു കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശതമാനം, ഒരു 10, 50,000, 60,000 ട്രാക്ട് ഉണ്ടാവും. ചെറിയ കനം കുറഞ്ഞ പേപ്പറാണ്. അതിനകത്ത് സന്ദേശങ്ങൾ വളരെ ശക്തമായി ആലേഖനം ചെയ്തിരിക്കുന്ന സന്ദേശങ്ങളാണ്. ഒറ്റ പ്രാവശ്യം വായിച്ചാൽ ആ മനുഷ്യന് ദൈവത്തോട് എടുക്കാൻ അത് മതി. സ്തോത്രം. ആയിരക്കണക്കിന് ട്രാക്റ്റുകൾ ഡെയിലി ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഡെയിലി. ചില ദിവസങ്ങളിൽ എന്നോടൊപ്പം മറ്റു സഹോദരന്മാരുണ്ടാവും. കർത്താവിന്റെ ദാസൻ സൈമിച്ചാൻ, മിക്കവാറും സൈമിച്ചാൻ ആ യാത്രയിലുണ്ടാവും. അവിടെ ആ ഭാഗത്ത് ട്രാക്ട് കൊടുക്കാൻ ഒത്തിരി സ്ഥലങ്ങളിൽ. അത് വായിക്കുന്ന ആളുകൾ ട്രാക്ട് തീർന്നു പോകുന്ന പല സന്ദർഭങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ട്രാക്ട് തീർന്നു പോകാറുണ്ട്. അന്നേരം എനിക്കുണ്ടാകുന്ന വേദന ചില്ലറയല്ല. കാരണം ദൈവമേ, ഈ മനുഷ്യന് ട്രാക്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ടോ അവിടെ നിന്ന്. അത് ഓർക്കുമ്പോഴേക്ക് ഇപ്പോഴും കരച്ചിട്ട് വരിക. എൻ്റെ സ്നേഹിതൻ സന്തോഷ് ഇപ്പോൾ സൗദി അറേബ്യയിലായിരിക്കുന്ന എബി പോൾ, ഒത്തിരി ദേവദാസന്മാർ, ഒത്തിരി പേരുടെ പേര് ഞാൻ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അവിടെ പോയിന്ന് ട്രാക്ട് കൊടുത്ത ഒത്തിരി ദേവദാസന്മാർ. ബാംഗ്ലൂരിലുള്ള പാസ്റ്റർ ഫ്രാൻസിസ്, ആമേൻ, സ്തോത്രം. ഞങ്ങളൊക്കെ അവിടെ കൊടുത്ത ട്രാക്ടിൻ്റെ കൈയും കണക്കുമില്ല. കോഴിക്കോട് ബസ് സ്റ്റാൻഡിനകത്ത് അവിടെ പേപ്പർ ചുരുട്ടിയിടാൻ പാടില്ലാത്ത സ്ഥലമാണ്. പല പ്രാവശ്യം ഞാൻ അതിനകത്ത് കയറി ട്രാക്ട് കൊടുത്ത് അവിടുത്തെ ചുമട്ടുതൊഴിലാളികൾ എന്നെ പിടിച്ച് ഇനി മേലെ ഇവിടെ കണ്ടുപോയേക്കെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ അവിടെ പോയി ട്രാക്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ കണ്ടെത്തിയ ഒരു പരിപാടിയാണ്, കോഴിക്കോട് ബസ് സ്റ്റാൻഡിനകത്ത് ആമേൻ ബസ്സിനകത്ത് കയറി ആളുകൾ, ഈ തർമ്മക്കാർ പാട്ടുപാടി ഈ പൈസ പിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നല്ലൊരു പരിപാടിയാണല്ലോ. അപ്പം ഞാനും ആ ഒരു മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ച് ട്രാക്റ്റുമായി ബസ്സിനകത്ത് കയറും. എല്ലാവർക്കും ട്രാക്ട് കൊടുത്തിട്ട് ആ ഗിയറിൻ്റെ അവിടെ പോയി നിന്ന് ഒരു പാട്ട് പാടും. ഒരു 5 മിനിറ്റ് സുവിശേഷം പറയും. അടുത്ത ബസ്സിൽ കയറും. അങ്ങനെ തുടർന്നപ്പോൾ പല ബസ്സുകാരും അവരുടെ ബസ്സിനകത്തോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകും. കണ്ടക്ടർമാർ, ഇതിനകത്ത് കയറിയിട്ട് എല്ലാവർക്കും കൊടുത്തോ, ഒരു പാട്ട് പാടണേ. ഞാൻ അതിനകത്തുനിന്ന് പാട്ട് പാടും. സ്തോത്രം. പല ആവർത്തി ഞാനിത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആത്മഭാരം തീ പിടിച്ചത് കൊണ്ടാണ് ഞാൻ ആ ഒരവസ്ഥയിൽ ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ പ്രിയരെ, നമ്മുടെ കർത്താവ് അവൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. സ്തോത്രം. 3.5 വർഷം കൊണ്ട് നമ്മളൊരായുസിൽ ചെയ്യാൻ പറ്റാത്തത് ആമേൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ചെയ്ത് മാതൃക കാട്ടി. എപ്പം നിങ്ങൾക്ക് സുവിശേഷ വേലയ്ക്ക് ആമേൻ ഒരു വ്യക്തിയോട് സുവിശേഷം പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടോ, ആ നിമിഷം നിങ്ങൾക്കത് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അത് ഓഫീസിലായാലും ചെയ്യാം, പണിയെടുക്കുന്ന സ്ഥലത്ത്, ഭക്ഷണം കഴിക്കുന്ന തീന്മേശയിൽ. എൻ്റെ പ്രിയരെ, എവിടെ വേണമെങ്കിലും സുവിശേഷത്തിന് സാഹചര്യവും സന്ദർഭമുണ്ട്. പക്ഷെ മിക്ക ആളുകൾ അത് ഉപയോഗപ്പെടുത്താറില്ല. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലാണ് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. സ്തോത്രം. നിങ്ങൾക്ക് ഏത് പ്രായത്തിലും, അത് 10 വയസ്സാകാം, 15 വയസ്സാകാം, 20 വയസ്സാകാം, ഏത് പ്രായത്തിലും സുവിശേഷം പങ്കുവെക്കാൻ ഒരു മനസ്സ് ഹൃദയത്തിനകത്ത് വേണം. സഭാശുശ്രൂഷ അല്ലെങ്കിൽ മറ്റൊരു വലിയ സെറ്റപ്പ്, ഇതൊന്നും എനിക്ക് ചെയ്യാൻ 5-6 വർഷം കഴിയട്ടെ എന്ന് പറയുന്നതിൽ ഞാൻ നിങ്ങളെ തെറ്റ് പറയുന്നില്ല. പക്ഷേ സുവിശേഷം പറയാൻ 4 വർഷം വേണോ? അതാണ് ഇന്ന് രാവിലെ എൻ്റെ ചിന്ത. സുവിശേഷത്തിന് വേണ്ടി ഒന്ന് സമയം മാറ്റി വെക്കാവോ? ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് വെച്ച് നിങ്ങൾ പറയും, പാസേ അതെങ്ങനെ പറയണം എന്നറിയത്തില്ല പാസേ, ഓർഡറും അടുക്കും ചിട്ടയായിട്ടൊക്കെ പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഇത്രയും പറയാൻ പറ്റുമോ? സ്നേഹിത, ഭാരപ്പെടണ്ട, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാം. അത്രയെങ്കിലും പറയാൻ പറ്റുമോ? അത് മതി. ആ ജീവിക്കുന്ന ദൈവത്തെ അന്വേഷിച്ചാൽ വരും. സ്തോത്രം. രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സുവിശേഷം പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ രാവിലെ സമയം കർത്താവേ, അവർ പല സന്ദർഭങ്ങളിലും സുവിശേഷം പറയാൻ ആഗ്രഹിച്ചെങ്കിലും പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. എങ്ങനെ എവിടെ തുടങ്ങണം എന്നറിയത്തില്ല. ആവേശം കൊണ്ട് വാക്കുകളുടെ തളൽ നിമിത്തം തുടങ്ങാനും പറ്റാത്തൊരവസ്ഥ അവരുടെ
ജീവിതത്തെ അവർ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ സിസ്റ്റമാറ്റിക്കായിട്ടെങ്കിലും അല്ല. കർത്താവെ, നശിച്ചു പോകുന്നവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ അവരുടെ പരിമിതമായ വാക്കുകൾ യേശുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നതാക്കി കർത്താവ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്താട്ടെ. ധൈര്യം കൊടുക്കണമേ, കൃപ ചെയ്യണമേ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന തിരുവാതിരങ്ങൾ വായിക്കുന്നു. കർത്താവെ, ഈ പ്രിയപ്പെട്ടവരെല്ലാം സുവിശേഷത്തിന് പങ്കാളികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഒരു വ്യക്തിയോടെങ്കിലും യേശു ആരാണെന്ന് ഫോണിലൂടെയോ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ എങ്ങനെയെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇവിടെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യമില്ല. സുവിശേഷം പറയാൻ നിങ്ങളുടെ മുൻപിൽ വരുന്ന വ്യക്തി അത് തന്നെ ധാരാളം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.